മറക്കാതെ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ്. അപ്പോൾ നമ്മളിങ്ങനെ ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കർണാടക പോവാം. അപ്പോൾ മാംഗ്ലൂർ പോയി അവിടുന്ന് വേറെ ട്രെയിൻ, അങ്ങനെ 2 ട്രെയിനാണ്. അപ്പോൾ നമുക്കൊന്ന് പറ്റിയാൽ 2 ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാം. ഇത് നമ്മളൊരു സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം ഗൈസ് ട്രിപ്പ്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പാസഞ്ചർ പോലത്തെ ട്രെയിനാണ്. ഇതിലാണെങ്കിൽ മംഗലാപുരം എത്താൻ കുറേ ടൈം എടുക്കും. അതിനിടയ്ക്ക് ഈ കാഴ്ചകളൊക്കെ, മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോവാം. അങ്ങനെ കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സീറ്റിലുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാഞ്ഞങ്ങാട് സ്റ്റേഷൻ എത്തി ഗൈസ്. അങ്ങനെ ഓരോരോ സ്റ്റേഷനും പോയിക്കൊണ്ടിരിക്കും. ബോറടിയാണ് ഗൈസ്. മംഗലാപുരം എത്തുന്നവരെ ഞാൻ എങ്ങനെ ബോറടി സഹിക്കുന്ന എനിക്ക് അറിയത്തില്ല. ഭയങ്കര ബോറടി. ബുക്ക് വായിക്കാൻ ബുക്കുണ്ട്. പിന്നെ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ വ്ലോഗ് ചെയ്യാൻ നിന്നില്ല. അതുകൊണ്ട് കയ്യിലാണ് ഓൾറെഡി എന്താ പറയുക ബാലഭൂമിയുണ്ട്. അത് വായിക്കണം, പിന്നെ വ്ലോഗ് എടുക്കണം, ഫുഡ് ചെയ്യണം. എങ്ങനെയെങ്കിലും മംഗലാപുരം എത്തുന്നവരെ ബോറടി മാറ്റണം ഗൈസ്. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തി. ഇവിടെ നിന്ന് ഇപ്പോൾ ട്രെയിൻ പോവുകയാണ്. നമ്മളിനി കാഞ്ഞങ്ങാട് നിന്ന് പോയി മംഗലാപുരം പോവും. നീലേശ്വരം കഴിഞ്ഞു ഗൈസ്. അപ്പം ഇത്രയും നേരം ഞാൻ കിടന്നു ഓർമ്മ വരുന്നു ഗൈസ്. ഉറങ്ങിയിട്ട് ഇപ്പോഴേ എണീറ്റ് എല്ലാവരും സ്നാക്സ് കഴിച്ച്. ലഞ്ച് നമ്മൾ മംഗലാപുരം എത്തിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ലഞ്ച് എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് കാണാം ഗൈസ്. എന്താ അറിയില്ല, ഈ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിശപ്പൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുഡ് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ആശ്വാസം കിട്ടി. വെള്ളം കുടിച്ച് ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്താൽ സെറ്റാവും. ഇപ്പോൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം ഗൈസ്. ഈ യാത്രയിൽ ഫുൾ ട്രെയിൻ വ്ളോഗ് തന്നെയായിരിക്കും. നമ്മൾ 2 ട്രെയിനാണ് കയറുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ട്രെയിനിലാണ് നമ്മളുള്ളത്. അപ്പോൾ സെക്കൻഡ് ട്രെയിൻ നമ്മൾ മംഗലാപുരത്ത് നിന്ന് താവങ്കരയിലാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ കുറേ ഉണ്ടാവും. എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇവിടുത്തെ പുറം കാഴ്ചകളാണ്. ട്രിപ്പ് ഒരാഴ്ച മുന്നേ ഞാൻ പ്ലാൻ ചെയ്തത്. കാരണം ഒരു വാവേനെ കാണാനുണ്ട്. പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പറ്റിയാൽ 2-3 സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പോകുന്ന വഴിയാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയത്. കാരണം ആൾക്കാർ പറയുന്നത് കേട്ടിട്ട്, അവർ പോയവരൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്തായാലും ആ ട്രെയിനിൽ പോയേ പറ്റൂ. ദാവങ്കരയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ട്രെയിനിൽ എക്സ്പ്ലോർ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ കർണാടകയിലോട്ട് അടുക്കാൻ പോവാണ്. നമുക്ക് കന്നഡ ഗുത്തില്ല ഗൈസ്. കന്നഡ അറിയത്തില്ല. എന്തിനാവുമെന്നോ അറിയില്ല ഗൈസ്. എന്തൊക്കെയാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കന്നഡ ഒന്നും അറിയില്ല. നമ്മൾ കയറി ചെന്ന് കൊടുക്കാൻ പോവാം കർണാടകയിലേക്ക്. നമ്മളിനി കർണാടകയിലേക്ക് എൻട്രി ചെയ്യാൻ പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് കഴിഞ്ഞു നമ്മൾ ഉള്ളൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ഇനി ഉള്ളൽ ഗുത്തു എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. നമുക്ക് കന്നഡ ഒന്നും ഗുത്തുന്നില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ അവിടെ ചെന്ന് എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ അവിടെ പോയാൽ എങ്ങനെയൊന്നും അറിയില്ല. ഇന്ന് മൊത്തം ആ ട്രെയിനിലായിരിക്കും ഗൈസ്. നമ്മളിങ്ങനെ ട്രെയിനിൽ മെല്ലെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല റിവറാണ് ഇവിടുന്നേ കാണുന്നുണ്ട്. അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. പണ്ട് മാംഗ്ലൂർ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ സ്റ്റേഷൻ, ഞാൻ മൂകാംബിക പോയപ്പോൾ അവിടുത്തെ ഫുഡ് പിടിക്കാൻ ഞാൻ വോമിറ്റ് ചെയ്തത് പറ്റാത്ത ഒരു ഇതായിരുന്നു. എൻ്റെ ആദ്യത്തെ ട്രിപ്പായിരുന്നു. 5 ട്രിപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് സെറ്റായില്ല അവിടുത്തേത്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്താണ് ഇതൊക്കെ സെറ്റായി. ഇനി അവിടെ പോയത് പിന്നീട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഉള്ളൽ ഗുത്ത് എന്ന് പറഞ്ഞ സ്ഥലം എത്തി. ഇവിടെ ഒരു റിവറുണ്ട്. അതിൻ്റെ കുറുകെയാണ് നമ്മൾ പോകുന്നത്. കാണിച്ചത് ഗൈസ്. ഓരോരു ബ്രിഡ്ജ് ഞാൻ എവിടെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് കാറ്റ് താഴോട്ട് വേലയായി. ഇതാണ് നേത്രാവതി റിവർ. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു റിവറായിരുന്നു. അതും കണ്ടു കഴിഞ്ഞു. നമ്മൾ ട്രെയിൻ ജേണി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് അവസാനമില്ലെന്ന് ചോദിച്ചാൽ മംഗലാപുരം വരെ ഒരു അവസാനമുണ്ട്. അത് കഴിഞ്ഞാൽ അതിനൊരു അവസാനമില്ല. ഇവിടെ ഭയങ്കര വേർഡ്സൊക്കെ കണ്ടു തുടങ്ങി. കന്നഡ ಗೊತ್ತಿಲ್ಲ. പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കന്നഡ 1-2 വേർഡ്സ് അറിയാം ഗൈസ്. കുറച്ച് കൊത്തും. അതുകൊണ്ട് നമുക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ പോയി കുറച്ചൊക്കെ ലേൺ ചെയ്യാൻ പറ്റും നമുക്ക് കന്നഡ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കന്നഡ ലേൺ ചെയ്യാനും. ബാംഗ്ലൂർ പോയപ്പോൾ എനിക്ക് അതിൻ്റെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ബാംഗ്ലൂർ നമ്മൾ നേരെ അടുത്ത കർണാടക എന്ന് പറയുമ്പോൾ ദാവങ്കരയിൽ തന്നെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗൈസ്, ഫൈനലി മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടെ ഫുൾ ട്രെയിനാണ്. അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയ ട്രെയിന് D1 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പോകാനുള്ള ട്രെയിൻ ഇതോ ഇവിടെ നിന്നാണ്. ഇപ്പോൾ നമ്മൾ പോകാനുള്ള ട്രെയിൻ കണ്ടു, അതങ്ങോട്ട് പോകണം കണ്ടു. പക്ഷേ നമ്മളെ ട്രെയിൻ 2:30ക്കാണ്. നമ്മളെ ട്രെയിൻ 2:30ക്കാണ്. അപ്പോൾ കയറിയാൽ മതി.
അപ്പോൾ നമുക്ക് ലഞ്ചൊക്കെ കഴിക്കണം, ട്രെയിനിൽ കയറിയിട്ട് കഴിക്കാമെന്നാണ് പറയുന്നത്. ഭയങ്കര വെയിലാണ് ഗൈസ്, ഇവിടെ തീരെ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ ട്രെയിന് ഇവിടെ വന്നിട്ടുണ്ട്. X6 ആണ് നമുക്ക് കയറേണ്ടത്. X6 നമുക്കപ്പോൾ വെയിലാണ്, കയറാൻ പറ്റുമോ അറിയില്ല. നമ്മുടെ സീറ്റിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ കുറേ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനെ ഓർമ്മ വരുന്നത്, കാരണം അത്രയ്ക്കും ഉണ്ട്. പിന്നെ ഈ കാണുന്ന ട്രെയിനാണ് നമുക്ക് പോവേണ്ടത്. ആ ട്രെയിൻ എന്തോ എൻജിൻ എന്തോ മാറ്റി വയ്ക്കുകയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ. നേരം ഈ ട്രെയിൻ എന്താ വരാത്തെന്നുള്ള ടെൻഷനായിരുന്നു. വന്ന ശേഷം എങ്ങനെയെങ്കിലും അതിൽ പോയിരിക്കണം എന്നതായിരുന്നു. അപ്പോൾ നമുക്ക് പോയി നമ്മുടെ സീറ്റിലോട്ട് പോവാം. ട്രെയിനിൽ കയറാൻ പോവാം, S6. അപ്പോൾ ട്രെയിനിൽ കയറി നമ്മൾ ആരും ഉണ്ടാവില്ല ഈ ട്രെയിനിൽ, ഡോറ് പോലും ലോക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ റിവേഴ്സ് എടുത്ത് വന്നേ ഉള്ളൂ, അതിൽ കയറി നോക്കിയിട്ട് നമുക്ക് നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ ട്രെയിൻ പതുക്കെ പോയി തുടങ്ങും. ഇനി ഫുഡ് കഴിക്കണം ഇവിടുന്ന്. കുറേ ദൂരം ട്രാവൽ ചെയ്ത് നമ്മൾ ഫൈനലി മംഗലാപുരം എത്തി. ഇവിടുന്ന് ഈ ഒരു ട്രെയിനിൽ നമ്മൾ ദേവാങ്കരയ്ക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി നമുക്ക് ലഞ്ച് ടൈമാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം ഗൈസ്. ഫസ്റ്റ് കാളം വെച്ച് കഴിക്കും, പിന്നെ ഉപ്പേരി അച്ചാറൊക്കെയാണ് ഗൈസ്. കഴിച്ചിട്ട് വരാം ഗൈസ്. എന്നിട്ട് പാടില്ല, നമുക്ക് കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മളുടെ ഈ ട്രെയിൻ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ദാവങ്കരയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. മാംഗ്ലൂർ ജംഗ്ഷൻ എത്തി. ഇപ്പോൾ ഇനി എന്തൊക്കെ സ്റ്റേഷനാണ്, എന്തൊക്കെ കാഴ്ചകളാണ് കാണുവാൻ നമുക്കറിയില്ല. അതൊക്കെ പോകുന്ന വഴിക്ക് ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്, നിങ്ങളും കാണാം വീഡിയോയിൽ. രണ്ടാമത് പോകുന്ന ട്രെയിനിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഏതോ ഒരു കളറിളക്കിയ ഒരു പുഴയാണ് കാണുന്നത്. മാംഗ്ലൂരിൽ നിന്നും നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാട് പോലത്തെ മല പോലെ തോന്നിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ മഞ്ഞൊക്കെ വരുമെന്നാണ് പറയുന്നത്. അത്രയും നേരം ഞാൻ വിശ്വസിച്ചില്ല, പക്ഷേ മഞ്ഞൊക്കെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ട് കുന്തം പോയ പോലെയായി. കാരണം അത്രയ്ക്ക് താഴ്ചയാണ്. നമ്മൾ ഈ റോഡ് വഴിയൊക്കെ പോകുമ്പോൾ മറ്റേത് കാണൂലേ, അത് ഞാൻ മറ്റേതെന്ന് ഉദ്ദേശിച്ചത് കൊക്കയാണ്. അതായത് വയനാട്ടിലൊക്കെ ചുരത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന താഴ്ചയേറിയ കൊക്കയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ താഴ്ചയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത വാട്ടർഫാളും കാര്യങ്ങളൊക്കെ നമുക്കിനി വരുന്ന ആ ഒരു വ്യൂവിലൂടെ കാണാൻ പറ്റും. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, ഫുൾ വീഡിയോ എന്തായാലും വാച്ച് ചെയ്യുക. ഗൈസ്, ഏതൊക്കെയോ വഴികളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞു ഗൈസ്. ഇവിടെ ഇപ്പോഴേ മഞ്ഞ് കണ്ടു തുടങ്ങി ഗൈസ്. ദൂരെ മഞ്ഞൊക്കെ കാണുന്നുണ്ട്. അടിപൊളി കിടു സ്ഥലം. കുറച്ച് അവിടെ ഇവിടെയായിട്ട് ഞാൻ മഞ്ഞ് കണ്ടു തുടങ്ങി. ഇനി നിങ്ങൾ മഞ്ഞും വാട്ടർഫാളും കാണാൻ റെഡി ആയിരുന്നു, കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള വ്യൂ ആണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും കാണാം. ഇത് ഇപ്പം തന്നെ കണ്ടില്ല, ആ മലമണ്ടയും മഞ്ഞൊക്കെ കാണുമ്പോൾ ആഹോ, ഞാൻ ആ ട്രെയിനിൻ്റെ സീറ്റിലിരുന്ന് ആ ഒരു സ്ഥലത്ത് പോയി വീഡിയോ എടുക്കാനൊക്കെ തോന്നും. പക്ഷെ അവിടെയൊക്കെ ആൾക്കാരായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട്, അപ്പോൾ എന്തിനാണ് നിർത്തിയത് ഞാൻ പറയാം. അപ്പോൾ നിർത്തിയിട്ട് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തു. ഇത് ഒരു എന്താ പറയുക ട്രാക്കാണുള്ളൂ. അന്നേരം ഈ ട്രെയിന് പോകുമ്പോഴാണ് മറ്റൊരു ട്രെയിന് പോകാൻ പറ്റില്ല. അന്നേരം ഈ ട്രെയിൻ നിർത്തും. അങ്ങനെയാണ്, ഏതെങ്കിലും അറ്റ് എ ടൈം ഒന്നേ പോവുള്ളൂ. കുറേ ടണൽസും ഉണ്ട്. കുറേ ദൂരത്തിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞാൻ ദാവങ്കര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് റൂമിലോട്ട് പോകാം. റൂമിൽ പോയിട്ട് റൂം ടൂർ ചെയ്യാം. ഇതാണ് ദാവങ്കര റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ റൂം എത്തി. ഇനി അടുത്ത റൂം ടൂർ കാണാം. ഇതാണ് നമ്മുടെ റൂം. ഇത് 3 പേർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ സോപ്പൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട്. മെഡിമിക്സിൻ്റെ എൻ്റെ ബാഗാണ്. പിന്നെ നല്ലൊരു മിററുണ്ട് നമുക്ക്. ഡ്രസ്സിങ് ടേബിൾ, TV, നല്ലൊരു വാൾഡ്രോബ് ഉണ്ട് ഡ്രസ്സൊക്കെ വെക്കണമെങ്കിൽ. ഇവിടെ എന്താ വ്യൂ എന്നറിയില്ല. പിന്നെ നല്ലൊരു ബാത്റൂം ഉണ്ട്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഡേ 1 കർണാടകയിലാണ്, ദാവങ്കര. സോ നമുക്ക് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്തിട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് കുറേ സ്ഥലങ്ങളൊക്കെ പോകാണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ റൂം. ഇന്നലെ റൂം ടൂർ ചെയ്തിരുന്നു, അത് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വരണം. ഹേ ഗൈസ്, അപ്പോൾ ബ്രഷ് ചെയ്യാം. ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 1 നമ്മൾ മോർണിംഗ് എണീച്ച് കുളിച്ച് നമ്മൾ ഇപ്പോൾ പോകാൻ പോവാണ്. അപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാണാം. അപ്പോൾ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ അവിടെ സ്ഥലങ്ങളൊക്കെ കുറേ കറങ്ങാനുണ്ട് നമുക്ക്, അടുത്ത ലേക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വഴിക്ക് പോകാം ഗൈസ്. ആണ് നമ്മുടെ ഈ അടിപൊളി റൂം ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ ഡേ 1 നമ്മൾ ദാവങ്കര ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകും. അവിടെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാം ഗൈസ്, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കറങ്ങുന്നതൊക്കെ ഞാൻ കാണിച്ചു. നമ്മളിവിടെ വന്നു. ഇതാണ് ഹോം. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇതൊരു ബോണ്ട് പോലത്തെ സാധനം, നമുക്കിത് കഴിച്ചു നോക്കാം.
ബജിയാണ് കഴിച്ചത്, നല്ല ടേസ്റ്റ്. ഇപ്പം കഴിക്കുന്നത് കക്കിരിക്കേൻ്റെ ബജിയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? കക്കിരിക്കാന്ന് അതിൻ്റെ വായിലേക്ക് തന്നെ പോകുന്നില്ല, അത്രയ്ക്കും ചെറുതായി. കാരണം അത് വലിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് ഇവിടുത്തെ ടെറസാണ്, മുട്ടവാടി എന്നൊക്കെ തമിഴിൽ പറയും, കന്നഡയിൽ എന്താണെന്ന് അറിയില്ല. നല്ല രസമുണ്ട് അവിടുത്തെ വ്യൂ. അതിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനാണ്, അതായത് റെയിൽവേ ട്രാക്ക് നമുക്ക് അവിടെ ബാക്കിൽ കാണാൻ സാധിക്കും. നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് ഓട്ടോയിൽ പോവാണ് ഓരോരോ സ്ഥലങ്ങൾ കാണാനായിട്ട്. ആദ്യം അവിടെ ഒരു ഹരിഹര ടെമ്പിളിലാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് ഗ്ലാസ് ഹൗസ് പോവും, പിന്നെ ഈവനിങ് ഒരു ഷോപ്പിംഗ് പോലെ പോവും. ഒരു 2-3 സ്ഥലങ്ങളെ നമ്മൾ പോകുന്നുള്ളൂ, അത്രേ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 ഡേ അല്ലേ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നത്. 1-2 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അതൊക്കെ കുറച്ച് ദൂരെയുള്ളതൊന്നും ഞാൻ ഇന്ന് കവർ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, അക്ക പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം മാത്രം നിൽക്കാനല്ലാതെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ 2-3 ദിവസം നിന്നാൽ നമുക്ക് ദൂരെയുള്ളതും എല്ലാം കവർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഹരിഹര ടെമ്പിളിലെത്തി. എന്തായാലും അത് പിന്നെ എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല മനോഹരമാണ്, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ബാക്കിലുള്ളത് ഒരു ലക്ഷദ്വീപം കത്തിക്കുന്ന ഒരു സംഭവമാണ്, ഭയങ്കര ഹൈറ്റാണ്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്കെന്നാൽ ഉള്ളിലോട്ട് കയറിയാലോ? ഉള്ളിലുള്ള വ്യൂ ഒക്കെ നമുക്ക് കണ്ടിട്ട് വന്നാലോ? നല്ല ഭംഗിയാണ്. ഉള്ളിലാണെങ്കിൽ പുറത്തൊക്കെ ആയിട്ട് കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ എത്ര ഫോട്ടോസും വീഡിയോസും എടുത്തു എന്നറിയാം. നല്ല രസമുണ്ട്, കാരണം ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വാതിലാണെങ്കിലും, അതായത് ഒരു ഗേറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ആയാലും കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു കൊത്തുപണികളും മേലെയും താഴെയും തൂണുകളൊക്കെ നല്ല രസമാണ് അവിടെ കാണാൻ. പാവങ്കരയിൽ വന്നാൽ ഈ ഒരു ടെമ്പിൾ മസ്റ്റ് വിസിറ്റാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ടെമ്പിളിൽ പോയാലും ഇല്ലെങ്കിലും ഇത് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ പ്രാർത്ഥിച്ച് ഒരു മസ്റ്റ് വിസിറ്റായ ടെമ്പിളായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പുറകിലൊരു പുഴയുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നോക്കിയും കണ്ടൊക്കെ നടക്കണം, കുറച്ച് വൃത്തിയുടെ അവിടെ ഇവിടെ കാണും. എന്നാലും ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. നമ്മൾ ആ പുഴേൻ്റെ ഭാഗത്ത് പോകുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഈ പുഴയാണ് ആ കാണുന്നത്. അതിന് ബാക്കിലൂടെ പോയപ്പോൾ കണ്ട വഴിയും കാര്യങ്ങളൊക്കെയാണ്. വൃത്തികേടൊക്കെ തന്നെയാണ് കുറേ. തുംഗഭദ്ര നദിക്കരയുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ട്. റൈറ്റ് സൈഡ് ആണെങ്കിൽ ഒരു ട്രെയിൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണെങ്കിൽ പറയാനിരിക്കാൻ വയ്യ, അത്രക്ക് വൃത്തികേട. ഈ വൃത്തികേട്ട വെള്ളത്തിൽ നിന്നാണ് ഒരു പെണ്ണുങ്ങൾ അവിടെ നിന്ന് കുളിക്കുക അലക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. തുണികളൊക്കെ അവിടെ ഇട്ടിട്ട്, കാരണം അവിടെ അത്രയും മലിനമാക്കിയിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട്. നമുക്ക് ആ സൈഡിൽ നിന്ന് കാണാമെന്നല്ലാതെ എന്താ പറയുക, അവിടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞു വന്നത് സൈഡിൽ നിന്ന് കാണാമെന്നല്ലാതെ അവിടെ ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, വഴുക്കലുണ്ട്. ആ ഒരു കാണുന്ന സ്ഥലമാണ് ഞാൻ പോയത്. ഇനി നമ്മൾ അടുത്ത പ്ലേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കുറേ കൃഷിയൊക്കെ കണ്ടു. ഇതാണ് ഗ്ലാസ് ഹൗസ്. ദാവങ്കര കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലേസാണെന്ന് തോന്നുന്നു. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. നല്ലൊരു പ്ലേസാണ്. മഴ പെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉള്ളിൽ കാണാൻ, കാരണം ഫുൾ ഗ്ലാസ് ആണ്. പുറത്താണ് ഗ്രീനറി ആയ ഗാർഡൻ, ചെടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ പോകാൻ തന്നെ. മഴയത്ത് അവിടെ പോയിട്ട് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു പ്ലേസ്. ആ ഗ്ലാസ് തന്നെ കാണാൻ എന്ത് രസമാണ് കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഗാർഡൻ. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാം, കാരണം മഴ ആയതുകൊണ്ട് കുറച്ച് വഴുക്കലൊക്കെ ഉണ്ടാവും. ഞാൻ പോയ പുഴയിലാണെങ്കിലും വഴുക്കലുണ്ടായിരുന്നു, അഴുക്ക് വെള്ളമായിരുന്നു. ഞാൻ അങ്ങനെ വെള്ളത്തിലൊന്നും നനഞ്ഞില്ല. അങ്ങനെ ആയിരുന്നു അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ അനുഭവമാണല്ലോ. അതേപോലെ ഈ സ്ഥലത്തും കുഴപ്പമില്ലാത്ത അനുഭവം തന്നെയായിരുന്നു. നല്ല മഴയായിരുന്നു, കുടയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്ര ഇതായില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, സുഖമായിരുന്നു. ഇതിൻ്റെ പുറത്തുനിന്ന് അസാധ്യ വ്യൂ ആണ്. ഗ്ലാസ് ഹൗസൊക്കെ എന്തായാലും നിങ്ങൾ മസ്റ്റ് വിസിറ്റാണ്. കാരണം അതിൻ്റെ മുന്നിൽ നിന്നൊക്കെ നിൽക്കുമ്പോൾ വേറെ എവിടെയോ ഞാൻ പോയി നിൽക്കുന്നൊരു സ്ഥലം പോലെയൊക്കെ തോന്നും, കാരണം അത്രയ്ക്ക് നല്ല വ്യൂ ആണല്ലോ ആ ഗ്ലാസ് കാണാൻ തന്നെ. ദൂരെ നിന്ന് തന്നെ ഞാൻ ഓട്ടോ നിന്ന് വരുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കാണുമ്പോൾ. അപ്പോൾ അടുത്തൊന്നും പറയേ വേണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഊഞ്ഞാലാടി. അതിൻ്റെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഗാർഡനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഉച്ചയൊക്കെ ആയി. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അക്കയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നമുക്ക് ചോറ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്കെന്നാൽ ചോറിൻ്റെ കൂടെ ഈ മാങ്ങാക്കറിയും പിന്നെ കൊണ്ടാട്ടങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അവിടുത്തെ സ്പെഷ്യൽ എന്തോ അച്ചാറോ എന്തോ ആയിരുന്നു ആ ഇലയിൽ കാണുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ കഴിക്കുമായിരുന്നു അതൊക്കെ എടുത്തിട്ട്.
ഹരിഹര ടെമ്പിൾ പോയ ശേഷം നമുക്ക് ആ ഒരു ഗ്ലാസ് ഹൗസ് പോകാൻ പറ്റും എന്നൊന്നും വിചാരിച്ചില്ല. കാരണം ഉച്ചയാകുമ്പോൾ ചോറിന് എത്തണമല്ലോ. ഗ്ലാസ് ഹൗസ് കണ്ടിട്ട് കഴിഞ്ഞിട്ടാണ് ചോറ് കഴിച്ചത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ലോണം കൂട്ടി കൂട്ടി കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഷോപ്പിങ്ങിന് പോയി. ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ്, ഷോപ്പിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ റീച്ച് ആയിട്ടുണ്ട്. ഈ കാണുന്ന ഷോപ്പിൽ നിന്നായിരുന്നു നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. അവിടെ വീഡിയോ അലൗഡ് അല്ല, ക്യാമറ, അതുകൊണ്ട് ഒന്നും എടുത്തില്ല. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അടിപൊളി ചുരിദാർ മെറ്റീരിയലൊക്കെ ഷോപ്പ് ചെയ്തു. നമ്മൾ ബാംഗ്ലൂർ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ചെയ്തത്. അവിടെ നല്ല നല്ല കളക്ഷനും ചീപ്പായിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു ഏരിയ തന്നെ, ദാവങ്കര കൈക്കട ദേവി എന്ന് പറഞ്ഞൊരു ഏരിയ തന്നെ ഉള്ളതാണ്. നിങ്ങൾ വരിക, ഷോപ്പ് ചെയ്യാം, അത്രേ പറയാനുള്ളൂ. ഞാൻ കുറേ നിന്നാണ് ഷോപ്പ് ചെയ്തത്. ഏരിയ കുറേ ഇങ്ങനെയുണ്ട് ഗൈസ്. കർണാടകയിലെ തെരുവിലൂടെ ഞങ്ങൾ അറഞ്ചും പുറഞ്ചും നടക്കുവാണ്. തേരാപ്പാര ആണെങ്കിൽ റെഡിമെയ്ഡ് നോക്കുവാണ്. സോറി, സ്വെറ്റ് ഷർട്ടോ ഒന്നും കിട്ടിയില്ല, അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഏത് ഭാഗത്തുണ്ടാവുമെന്നും അറിയില്ല. ഷോപ്പിംഗ് ഒന്നും അവിടെ കണ്ടില്ല. ബാംഗ്ലൂർ കണ്ട പോലെ ഞാനൊരു ചുരിദാർ മെറ്റീരിയൽ മാത്രം അവിടെ നിന്ന് എടുത്തിട്ട് പോന്നു. അതിന് തന്നെ 800 സംതിങ് ആയി. അവിടെ എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് എനിക്ക് ചെറുതായിട്ട് തോന്നി. റേറ്റ് കൂടുതലാണെന്ന് പറയാൻ കാരണം ചുരിദാറിൻ്റെ കാര്യത്തിലാണ്, ബാക്കിയുള്ള സാധനങ്ങളുടെ അല്ല. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ പല സാധനങ്ങളുണ്ട്. സ്ട്രീറ്റ് ഷോപ്പിങ്ങിനായിട്ട് ഡ്രസ്സൊന്നും കണ്ടില്ല. ആ ഒരു ഷോപ്പിൽ മാത്രമേ വില കുറവായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ സ്ട്രീറ്റിലുണ്ടായിരുന്നു. ഈ ബസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഈ ബസ്സിലാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. കർണാടക RTCയുടെ ബസ്സാണ്. ഷോപ്പിങ്ങിന് പോയ സ്ഥലത്ത് നിന്നും ബസ്സിലാണ് നമ്മൾ ദാവങ്കരയ്ക്ക് പോകുന്നത്, ചേച്ചിയുടെ വീട്ടിലോട്ട്. അവിടെ എവിടെയോ ബസ് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് തന്നെ ഇന്ന് പോകും. അപ്പോൾ നാളെ രാവിലെയൊക്കെ എണീറ്റ് അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യണം. എനിക്ക് മറ്റേ വരുമ്പോൾ കണ്ട മഞ്ഞിൻ്റെയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കണം. നമ്മൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് പോകുന്നത്. ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഗൈസ്. നമ്മൾ റിട്ടേൺ ബാക്ക് ടു കേരള. അപ്പോൾ നമുക്ക് ടണൽസിൽ നിന്ന് രാവിലെ എണീറ്റ് വീഡിയോസൊക്കെ എടുക്കണം ഗൈസ്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ ദേവാങ്കരയിൽ മാംഗ്ലൂർ പോവാണ്. സോ നമുക്ക് ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്നു, അതേപോലെ തിരിച്ചു പോകുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട്, മഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്. ഞാനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് പണിച്ചേ ഉള്ളൂ. മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി വരുമ്പോൾ എടുത്തിരുന്നു, പക്ഷെ ഞാൻ സ്റ്റോറേജിൻ്റെ ഒരു ടെൻഷനിലായിട്ട് മറ്റേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു ടണലിൽ കയറി, വേണമെങ്കിൽ ഒച്ച വെക്കാം, പക്ഷെ തൊണ്ട ശരിയാവും. ടണലിൽ കയറി ഇപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. എന്നാ ഒരു ഭംഗിയാണ് ഗൈസ് അത് കാണാനായിട്ട്. ഇതൊരു രക്ഷയില്ല. ഈ ടണലിൻ്റെ ഉള്ളിലൂടെ പോകുന്നു. ഈ ഒരു ട്രെയിനിൽ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു, അതും 2 തവണ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനത് വിചാരിച്ചില്ല എനിക്ക് കിട്ടുന്നത്. നമുക്ക് എന്നാൽ അസാധ്യമായ വ്യൂസൊക്കെ കണ്ടിട്ട് വരാം. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ആ ഒരു സ്ഥലം കിട്ടിയില്ല നിൽക്കാനായിട്ട്. പല ആൾക്കാരും വന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ജനലിലൂടെയാണ് 1-2 ഷോട്ട്സ് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ അങ്ങനെയാണ് എഡിറ്റ് ചെയ്തത്, കാരണം എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇത് തന്നെ കുറേ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ നിന്നിട്ടൊക്കെയാണ് അവിടെ തന്നെ ആ ഒരു ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഇതൊക്കെ എടുത്തേക്കുന്നത്, ഈ ഷോട്ട്സൊക്കെ. അപ്പോൾ നമുക്ക് ആ വ്യൂസൊക്കെ കണ്ടിട്ട് വരാം. ഇതുപോലെ താഴ്ചയുള്ള കൊക്കയൊക്കെ ഉള്ള പോലത്തെ സ്ഥലങ്ങളും പിന്നെ കുറേ ടണൽസൊക്കെ താണ്ടി വേണം നമ്മൾ പോകാനായിട്ട്. അതിലൂടെയൊക്കെയാണ് പോവുക. ഇതുപോലെ ഓരോ സ്ഥലത്തും ഇതുപോലെ ഓരോ ഷെഡ് പോലെയൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ആ ഒരു ട്രെയിനിൻ്റെ എന്തൊക്കെയോ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ മഞ്ഞൊക്കെ കണ്ടിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു യാത്ര ചെയ്യുന്നത്, അതും മഞ്ഞൊക്കെ കണ്ടിട്ട്. ട്രെയിനിൽ പോകുന്നതൊക്കെ ആദ്യമായിട്ട്. കൊടൈക്കനാലിൽ പോയി മഞ്ഞ് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ട്രെയിനിലൂടെ പോകുമ്പോൾ ഇങ്ങനെ മഞ്ഞൊന്നും കണ്ടിട്ട് പോയിട്ടില്ല ഇതുവരെ. മഞ്ഞ് മാത്രമല്ല, വാട്ടർഫാൾ ഞാൻ അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്, ഷോർട്സ് എടുത്തിട്ടുണ്ട്, അങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക. നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്. നമുക്കങ്ങനെ ഇവിടെ സ്ഥാനം കിട്ടിക്കഴിഞ്ഞു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. വരുമ്പോഴുള്ള വ്ളോഗും ഇതും സെപ്പറേറ്റ് ആയിട്ട് ഇടാനും കഴിച്ചു. കാരണം എല്ലാം ഒന്നിച്ചായിരിക്കും ലോങ് വീഡിയോ. പക്ഷേങ്കിൽ ഇതുപോലെ ചാലുകളൊക്കെ ഒഴുകുന്നത്, പിന്നെ ഷോർട്ട് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ് ഈ ഒരു ട്രിപ്പിൽ. കാരണം എൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് മഞ്ഞ് കണ്ടത് മാത്രമല്ലാതെ ആ ദാവങ്കരയിലെ 3-4 സ്ഥലങ്ങൾ കണ്ടതൊക്കെ എനിക്ക് ഹാപ്പിയായി.
ഇനി ഏറ്റവും ഹാപ്പി ആവാൻ പോകുന്നത് ഇനി കാണുന്ന വ്യൂസൊക്കെയാണ്. നിങ്ങളെയും കൂടെ കാണിക്കുമ്പോൾ ഒത്തിരി ഹാപ്പിയായി. കാരണം വാട്ടർഫാൾ മാത്രമല്ല, നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ബ്രിഡ്ജ് പോലെയൊക്കെ കാണും. അതിൻ്റെ അടിയിലൊക്കെ അരുവി പോലെ ഇങ്ങനെ എന്താ പറയുക പുഴ പോലെയല്ല, ചെറിയ ചെറിയൊരു തോട് പോലെയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. ഇനി ഇപ്പം കാണുന്നതാണ് ശരിക്കുള്ള വ്യൂ എന്ന് വേണേൽ പറയാം. അത്രയ്ക്ക് മഞ്ഞ് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സ്വർഗ്ഗലോകത്ത് പോയ പോലെ അതിൻ്റെ ഇടയിൽ നമ്മൾ ടണലിൽ പോകുന്നു. ആലോചിച്ച് നോക്കി, ഇതുപോലൊരു സ്ഥലം ആർക്കെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇത് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാനും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു പുഴ പോലെയൊക്കെ കാണുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് കാണാൻ പറ്റൂ. കാരണം ലാസ്റ്റാണ് അത് കാണിക്കുന്നത് തന്നെ. ഞാൻ ലാസ്റ്റ് വരുമ്പോഴാണ് ആ പുഴയൊക്കെ കണ്ടത്. അത് എന്ത് രസമാണെന്ന് അറിയും. മലേൻ്റെ ഇടയിലൂടെ ഈ പുഴ ഇങ്ങനെ ഒഴുകി വരുവാണ്. ആ ഒരു വ്യൂ അസാധ്യ വ്യൂ തന്നെയാണ്, അതൊന്നും പറയാനില്ല. ഇതാ നോക്കൂ, ആ ഒരു പുഴ അതിൻ്റെ ഇടയിൽ ചളിവെള്ളമാണ്, മഴ പെയ്തിട്ട് ഇങ്ങനെ വരുവാണ്.